പൈനാപ്പിൾ കർഷകർക്ക് ഇത് ദുരിതകാലമാണ്. ഇത്തവണയും വിപണി ചതിച്ചതാണ് തിരിച്ചടിയായത്. വിലയിടിവ് തുടർക്കഥയായതോടെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാണ് ആവശ്യം. റബ്ബർ കൃഷി പോലെ തന്നെ മധ്യ കേരളത്തിലെ പ്രധാന ഒരു കൃഷിയാണ് പൈനാപ്പിൾ കൃഷി. പക്ഷേ ഈ കർഷകർക്കും ആവശ്യമായ വരുമാനം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. വിലയിടിവ് വലിയ ദുരിതത്തിലേക്കാണ് പൈനാപ്പിൾ കർഷകരെയും തള്ളിവിട്ടിരിക്കുന്നത്. പൈനാപ്പിൾ സീസണാണ്. നല്ല വില ലഭിക്കേണ്ട സമയം. എന്നാൽ ഇത്തവണയും പൈനാപ്പിൾ കർഷകർക്ക് ദുരിതം തന്നെയാണ്. 40 രൂപ മുതൽ 50 രൂപ വരെ കിട്ടേണ്ടിടത്താണ് വില കുത്തനെ ഇടിഞ്ഞത്. നിലവിൽ 20 രൂപ പോലും ലഭിക്കുന്നില്ലെന്നാണ് പൈനാപ്പിൾ കർഷകർ പറയുന്നത്. തോട്ടങ്ങളിൽ നിന്ന് ഇതിലും കുറഞ്ഞ വിലയ്ക്കാണ് കർഷകർ പൈനാപ്പിൾ വിൽക്കുന്നത്. കൃഷിത്തോട്ടങ്ങളുടെ പാട്ടത്തുകയും വളത്തിന്റെ വിലയും തൊഴിലാളികളുടെ കൂലിയും കൂടി ചേർക്കുമ്പോൾ വലിയ ബാധ്യതയാണ് കർഷകർക്കുണ്ടാകുന്നത്. ഇന്ന് 1 ഏക്കർ പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ കർഷകരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ട് കർഷകർക്ക് ഒരു നല്ല വില ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. മറ്റു സംസ്ഥാനങ്ങളിലേക്കാണ് പൈനാപ്പിൾ കൂടുതലായും വിൽപ്പനയ്ക്ക് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര കയറ്റുമതിയിലും കുറവ് വന്നു. മറ്റു കൃഷികൾക്ക് ലഭിക്കുന്നത് പോലെ സബ്സിഡികൾ ലഭിക്കാത്തതും പൈനാപ്പിൾ കർഷകരെ ആശങ്കയിലാക്കുന്നു. വളത്തിനും മറ്റും സബ്സിഡി അനുവദിച്ചാൽ മേഖലയിൽ പിടിച്ചു നിൽക്കാനാകും. അതിന് സർക്കാരിന്റെ ഇടപെടൽ അത്യാവശ്യമാണ്. ആനുകൂല്യങ്ങൾ നൽകുന്നതിനോടൊപ്പം പൈനാപ്പിൾ സംഭരിച്ച് കർഷകർക്ക് വിപണി ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. വിപണി ചതിക്കുന്നത് ആദ്യമല്ല, കർഷകരുടെ ഏറെ നാളത്തെ അധ്വാനമാണ്. അതാണ് ഇങ്ങനെ അർഹിക്കുന്ന വില ലഭിക്കാതെ പോകുന്നത്. പൈനാപ്പിൾ കർഷകർക്ക് ഇനി ആകെയുള്ള പ്രതീക്ഷ സബ്സിഡിയാണ്. ഇതിനായി സർക്കാർ ഉടൻ ഇടപെടണം എന്നാണ് കർഷകർ പറയുന്നത്. ഇല്ലെങ്കിൽ കൃഷി വിട്ട് മറ്റ് മേഖല തിരഞ്ഞെടുക്കേണ്ടി വരുമെന്ന് കർഷകർ നിസ്സഹായതയോടെ പ്രതികരിക്കുന്നു. വില 45 രൂപ 50 രൂപ റേഞ്ച് മേലെ പോയിക്കൊണ്ടിരുന്നതാണ്. അത് താന്നു പോയി. ചിലവ് കൂടുതൽ, പണിയാറെ ശമ്പളം കൊടുക്കണം. ഇതെല്ലാം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു മാസം 10-50 രൂപ മേളിൽ ചിലവാണ് ഒരു മാസം തന്നെ. അത് ഈ സാധനം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വരുന്ന സമയങ്ങളിൽ എല്ലാ സമയങ്ങളും വില കിട്ടാറില്ല. ഈ സാധനം നല്ല രീതിയിൽ സാധനം കർഷകർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വരുന്ന സമയങ്ങളിലാണ് ഏറ്റവും വിലക്കുറവ് സംഭവിക്കുന്നത്. 100 കൃഷിക്കാരുണ്ട്, അല്ല അതിൻ്റെ അകത്ത് 10 കൃഷിക്കാർക്ക് വില കിട്ടി പോകുന്നവരുണ്ട്, അവർ വിജയിച്ച് പോകുന്നവരുണ്ട്. പോയിട്ട് വാരി വരുന്ന 90 കർഷകർ ഇതിൻ്റെ അകത്ത് വളരെ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങൾ കൂടിയാണ് മുന്നോട്ട് കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 50 രൂപ 55 രൂപ 60 രൂപ വരെ പച്ചച്ചക്ക് വിലയുണ്ടായിരുന്നു. അപ്പോൾ ഈ അമിത ചെലവുകളാണ് ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധി. അത് കഴിഞ്ഞാൽ ഒരു 45 രൂപ വെച്ച് കിട്ടിയാൽ നമുക്കിത് മുമ്പോട്ട് തുടർന്ന് പോകാൻ പറ്റും. പണ്ടൊക്കെ ഈ കൃഷിഭവനിൽ നിന്നൊക്കെ ഒരു ചെറിയ സബ്സിഡി കിട്ടുമായിരുന്നു. അപ്പോൾ അതുമില്ല.